വടി വെട്ടിക്കൊടുത്തോ മാഷ് എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ജേക്ക് സി തോമസ് ആണ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ജേക്ക്, സ്വാഗതം. ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലയ്ക്കും തലേന്ന് നടത്തിയ ഈ പ്രസ്താവന, അത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ജാഗ്രത കുറവ് തന്നെയല്ലേ? ഞാൻ ഇനിയിപ്പോൾ പുതുതായിട്ട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ സത്യസന്ധമായും കരുതുന്നില്ല. കാരണം ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ താരതമ്യേന ദീർഘമായ ഒരു അഭിമുഖത്തിൽ 35ഓളം സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗത്തെ സംബന്ധിച്ചാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി രാഷ്ട്രീയ കേരളത്തിൽ വലിയ സംവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ തന്നെ താൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രയോഗത്തെ സംബന്ധിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് തന്നെ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോടെല്ലാവരും വിശദീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ഏതാണ്ട് ഉദ്ദേശം 6 മണിയോടുകൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടെയാണല്ലോ, അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക പൊതുജന സാമാന്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്കോഴ്സിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തുവാനും അങ്ങേയറ്റം ക്ലാരിറ്റിയോടുകൂടെ വിശദീകരിക്കാനും ഉതകും വിധം ഈ അഭിമുഖ സംഭാഷണത്തിലെ കേന്ദ്ര കഥാപാത്രമായ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരള മുഖ്യമന്ത്രിയും കൂടിയായിട്ടുള്ള സഖാവ് പിണറായിയും രണ്ടുപേരും തികഞ്ഞ ക്ലാരിറ്റിയോട് കൂടിയുള്ള വിശദീകരണം ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതിന്മേൽ അധികമായി ഞാനെന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ പൊതുജന സാമാന്യത്തിന് മുമ്പിൽ സംവേദനക്ഷമതയോടുകൂടെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജേക്ക്, RSSുമായുള്ള നിലപാട് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു പാർട്ടി അതിന്റെ നിലപാട് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും ഒരു വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിൽക്കുമ്പോൾ നടത്തിയ അഭിമുഖത്തിൽ പാർട്ടി സെക്രട്ടറി പറയുകയാണ് RSSുമായി അക്കാലത്ത് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവതാരകൻ തന്നെ ചോദിക്കുന്നു, അത് പ്രശ്നമാകില്ലേ ഇപ്പോൾ പറഞ്ഞാൽ? അതിനെന്താ, സത്യം പറയുന്നതിന് എന്താ എന്ന് പറഞ്ഞ് ആ പ്രസ്താവനയിൽ അടിയുറച്ചു നിൽക്കുന്നു. അവിടെയാണ് ഒരു ജാഗ്രത കുറവ് ഉണ്ടായില്ലേ? EP ജയരാജന് സംഭവിച്ചതുപോലെ ഒരുപക്ഷെ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജാഗ്രത കുറവ് അതുണ്ടായില്ലേ എന്ന് ചോദിക്കുന്നത്. ഇല്ല, അത്തരമൊരു ജാഗ്രതക്കുറവിൻ്റെ സമീകരണത്തിലൊരു ദുഷ്ടലാക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ വ്യക്തിപരമായി വിമർശിച്ചതല്ല. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഏറെയും കുറഞ്ഞും ഇന്ന് പല മാധ്യമ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെയും ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം ഒരു സമീകരണം യഥാർത്ഥത്തിൽ അന്തസ്സത്തയ്ക്ക് ചേർന്നുള്ളതല്ല, അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ബാന്ധവത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഉടലെടുക്കുന്നത് അടിയന്തരാവസ്ഥ അനന്തര കാലയളവിലാണ്. ജയപ്രകാശ് നാരായണന്റെയും സ്വതന്ത്ര പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും ഭാരതീയ ലോക്ദളിന്റെയും ആകെ നേതൃത്വത്തിൽ ആവർത്തിച്ച് ഉറപ്പിക്കേണ്ടത് ജനസംഘം എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ BJPയുടെ ആദിമരൂപത്തിനായിരുന്നില്ല അന്നത്തെ ജനതാ പാർട്ടിയുടെ നേതൃപദവി. അത്രയും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ സംഘത്തിൽ മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, ചരൺ സിംഗ് ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളും അതോടൊപ്പം സ്വതന്ത്ര രാഷ്ട്രീയം പൊതുവിൽ ഉയർത്തിപ്പിടിച്ചിരുന്നതുമായ വിവിധ ധാരകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കായിരുന്നു അതിൻ്റെ നേതൃപദവി ഉണ്ടായിരുന്നത്. ആ നേതൃപദവി അലങ്കരിച്ചിരുന്ന ആളുകളുമായിട്ട് അന്ന് CPIM സഹകരിച്ചു. പക്ഷേ കൗതുകമുണർത്തുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ അത്ര പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതെന്തായിരുന്നു? CPIM മറ്റു പാർട്ടികളെ പോലെ തന്നെ, അതായത് സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദള്, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്യാദി ജനതാ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ മറ്റു പാർട്ടികളെ പോലെ സ്വയം തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം പണയം വെച്ച് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ മൂവ്മെന്റിന്റെ ഭാഗമായി നിങ്ങളും മാറണം. അതായിരുന്നു ജയപ്രകാശ് നാരായണന്റെ ആവശ്യം. അതിനോട് EMSന്റെ പ്രതികരണം ചരിത്രബോധമുള്ള ചില മാധ്യമ പ്രവർത്തകരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറയുന്നു, EMS അതിന് വഴങ്ങിയില്ല, ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥയോട് വിയോജിപ്പുണ്ട്, അത് അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയാണ്. ഇന്ന് 2025 ഇന്ത്യ നയിക്കുന്ന RSS ഗവൺമെന്റിന് വഴികാട്ടിയായി അനഭിമതരായ മുഴുവൻ ആളുകളെയും കൊന്നുകളയുന്ന ആദ്യ രൂപം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് RSS നേതൃത്വത്തിലായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ വനിതാ ഹിറ്റ്ലർ എന്ന് ഇന്ത്യൻ ചരിത്രത്തിന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു. അതിനോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളുമായി കൈകോർക്കും. എന്തിനു വേണ്ടി കൈകോർക്കും? ഒരൊറ്റ ബിന്ദുവിൽ അടിയന്തരാവസ്ഥയെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ജീവവായുവായിട്ടുള്ള ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ജനതാ പാർട്ടിയുമായി, ഈ മൂവ്മെന്റുമായി ഞങ്ങൾ കൈകോർക്കും. പക്ഷേ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അസ്തിത്വം പിരിച്ചുവിട്ട് ജയപ്രകാശ് നാരായണ
നാരായണൻ ആവശ്യപ്പെട്ടതുപോലെ ഭാരതീയ ലോക്ദളും സ്വതന്ത്ര പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഒക്കെ ചേർന്നതുപോലെ ഞങ്ങൾ ജനതാ മൂവ്മെന്റിന്റെ ഭാഗമാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കഴിയില്ല. പക്ഷെ ഈ മുദ്രാവാക്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അതായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് 1977 ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഭരണം, മൊറാർജി ദേശായി പ്രധാനമന്ത്രി, എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഉപപ്രധാനമന്ത്രിയായി ചരൺ സിംഗ്. സുപ്രസിദ്ധമായ രണ്ട് തർക്കങ്ങൾ 1979 ഉയർന്നു വരുന്നു. അതിൽ ആദ്യത്തെ തർക്കം ഉന്നയിച്ചത് നമുക്കൊക്കെ ചിരപരിചിതമായിട്ടുള്ള ചരിത്ര ഏടുകളിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ പര്യാപ്തമാകുമാർ ജനവിധിക്ക് നേതൃത്വം നൽകിയ രാജ്നാരായണൻ, പിന്നീട് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗ്, ഇവർ രണ്ടുപേരും ഈ ജനതാ പാർട്ടി മൂവ്മെന്റിലെ ഇരട്ടാംഗത്വത്തെ പ്രശ്നവൽക്കരിക്കുന്നു. അവർ ചോദിക്കുന്നു, RSS അംഗത്വമുള്ളവർ ജനതാ മൂവ്മെന്റിൽ ഉണ്ടോ? യൂണിയൻ അറിവുള്ളതാണ്. ഇപ്പോൾ ജയിക്കിനെ പോലുള്ളവർക്ക്, ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകമടക്കം വച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏത് തരത്തിൽ RSSുമായി സന്ധി ചെയ്തു എന്ന കാര്യങ്ങൾ പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന രാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തേണ്ടുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത് ഒരു കേവലമായ ഒരു പ്രസ്താവനയാണ് എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നു. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അവർ ഉപയോഗിക്കുന്ന പ്രസ്താവനകൾ, അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അത് ഓരോ വാക്കും $1 മില്യൺ കോടി ശ്രദ്ധയോടെ ഉപയോഗിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് തോന്നുന്നു എനിക്ക്. ഈ അഭിമുഖം കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഒരിക്കലുമില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഇപ്പൊ സമീപത്ത് മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യരും ഒക്കെ അടങ്ങുന്ന കേരളത്തിന്റെ അഭിമാനഭാജനങ്ങളായ ചലച്ചിത്ര താരങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന മനോഹരമായ ചലച്ചിത്ര സൃഷ്ടിക്ക് നേതൃത്വം നൽകിയത്. ആ സിനിമയിലൂടെ നമുക്ക് ഓർമ്മിക്കേണ്ട വന്ന സംവാദങ്ങളുടെ വിവാദങ്ങളുടെ ഒരു കാലയളവുണ്ടായിരുന്നു. ആ കാലയളവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ വർഗീയ കൂട്ടക്കൊലയുടെ, ഏകപക്ഷീയമായ വംശഹത്യയുടെ കാരണങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ചരിത്രത്തിന് നാവുകളുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാഷുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ 35 സെക്കൻഡ് ഭാഗമുള്ള ഒരു വാക്പ്രയോഗത്തെ കടമെടുത്തുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പ്രതീതി നിർമ്മാണത്തിന് ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങ് സൂചിപ്പിച്ച ചോദ്യം കൂടെ കടമെടുത്താൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം നിലമ്പൂരിൽ ഒത്തുചേർന്നിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ തെല്ലും ആശങ്കയില്ല, അതൊരു ജാഗ്രത കുറവിന്റെ പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കാര്യമെന്താണ്? 1975 അടിയന്തരാവസ്ഥയും 77 മുതൽ 79 വരെയുള്ള അടിയന്തരാവസ്ഥാനന്തരം രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളെയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് RSSുമായി കീഴടങ്ങേണ്ടവെന്ന അനുഭവം പറയാനില്ല. അതിനും ശേഷം RSSന്റെ വോട്ട് വേണോ എന്ന ഡിസ്പ്യൂട്ട് ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ആകാശത്തോളം വലിപ്പമുള്ള തലപ്പക്കത്തോടുകൂടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ആരോപണമുയർത്തുന്ന പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കയ്യിലേക്ക് വടി വെട്ടിക്കൊടുക്കുക തന്നെയായിരുന്നു MV ഗോവിന്ദൻ ആ അഭിമുഖത്തിലൂടെ ഏതായാലും ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെയധികം നന്ദി ശ്രീ ജെയ്ക് സി തോമസ് ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് എത്തിയതിന്.